അഭിമാനമുള്ളവർ മറ്റുള്ളവരെ മാനിക്കും. ആ രാജ്യത്തെ മന്ത്രി സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. പണം, പദവി, പ്രശസ്തി എന്നിവയ്ക്കപ്പുറം എളിമയും ദയയും ശീലിക്കുകയാണ് ലക്ഷ്യം. അധികാരിയുടെ ഭാവമൊന്നുമില്ലാതെ വിനീതനായാണ് ഗുരുവിൻ്റെ കൂടെ താമസം. ഒരിക്കൽ മന്ത്രി ഗുരുവിനോട് ചോദിച്ചു, എന്താണ് അഹംഭാവം? ഗുരു കളിയാക്കി ചോദിച്ചു, നിങ്ങളൊരു മന്ത്രിയല്ലേ? ഇത്രയും പ്രായമായില്ലേ? പരിശീലനം തുടങ്ങിയിട്ടും നാളുകളായില്ലേ? എന്നിട്ടും ഇത്ര നിസ്സാര ചോദ്യം ചോദിക്കാൻ മാത്രം വിഡ്ഢിയാണോ നിങ്ങൾ? മന്ത്രിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു തുടുത്തു. കണ്ണുകളിൽ തീ പാറി. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് അഹംഭാവം. ലഭിക്കുന്ന സാഹചര്യങ്ങൾക്കും ജീവിക്കുന്ന കാലയളവിനുമനുസരിച്ച് ഓരോരുത്തരിലും തനതു ഭാവങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എന്തിൻ്റെയെങ്കിലും പേരിലുള്ള അഹങ്കാരം എല്ലാവരുടെയും ജീവിതത്തിൽ നിഴലിക്കുന്നു.